ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സോസേജ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് സോസേജാണ്. ഞാനിപ്പോൾ ഒരു 6 സോസേജ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരു സോസേജ് 3 കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് 2 ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിതൊന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാന് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യുന്നത് ഞാൻ എങ്ങനെയെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സോസേജ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കഷ്ണം എടുക്കുക. എന്നിട്ട് ഇതുപോലെ നടുവ് കൂടെ 4 നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്, ഇതുപോലെ 4 വരണം. പിന്നെ ഒരു സോസേജ് 2 കട്ട് ചെയ്തിട്ടും ഈ ഒരു ഷേപ്പാക്കി എടുക്കട്ടോ. ഇപ്പോൾ പാന് നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, എന്നിട്ട് വേണം നമുക്കിത് കറിയാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, 2 കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 3 കട്ട് ചെയ്യുമ്പോൾ ഈ മിഡിലെ പോർഷൻ എന്താ ചെയ്യാമെന്ന്. അപ്പോൾ മിഡിലത്തെ പോർഷന് ഇതാണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ നടുവിലായിട്ട് 4 ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സോസേജൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട്, പുറത്ത് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പുറത്തൊരു ക്രിസ്പിനെസ് വരും, അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. വേറെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുബൂസും വാങ്ങി ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തിരക്കുള്ള ദിവസമെങ്കിലും നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സോസേജ് വെച്ചിട്ട് നമ്മളൊരു നാടനായിട്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള വേണം. പിന്നെ ഒരു പകുതി തക്കാളി മതിയാവും. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ ഇത് 3ഉം കൂടെ നമുക്ക് ആദ്യം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ഓൾറെഡി ചൂടായി കിടക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ നമുക്ക് സവാള അല്ലെങ്കിൽ വലിയുള്ളി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള വഴറ്റിയെടുക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി നന്നായി ചതച്ചെടുത്തത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആദ്യം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർക്കുന്നതിന് മുമ്പായിട്ട് വേണം നമ്മൾ മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ, 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല അങ്ങനെ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മസാല ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ ഒരു അര തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് മുതൽ അര കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചാറോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അര കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു അര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി സോസേജൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഒരു അര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോസേജ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സോസേജ് ഫ്രൈ ചെയ്യാതെയും ചേർക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, നല്ലോണം ഡ്രൈ ആക്കല്ലോ, ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുണ്ടാവും. കുരുമുളക് കുറച്ചും കൂടി എരിവിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സോസേജ് മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഈസി അല്ലേ, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സോസേജ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. 5 മിനിറ്റ് വേണ്ട ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന, നാടനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സോസേജ് മസാലയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്